അതെ, കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത താരങ്ങളിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. ആ അഭിപ്രായങ്ങൾ പ്രകടനങ്ങൾ വ്യക്തിപരമായ നഷ്ടങ്ങൾക്കും അവർക്ക് ഒരുക്കിയിട്ടുണ്ടായിട്ടുണ്ട്. ഡബ്ല്യുസിസിയുടെ സജീവ പ്രവർത്തക ആയതിനു ശേഷം മലയാള സിനിമയിൽ അവസരങ്ങൾ ഗണ്യമായി കുറഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ട ആൾ കൂടിയാണ് പാർവതി. സിനിമാ ജീവിതത്തിൽ പാർവതി ഉയർത്തിയ പ്രധാന വിമർശനം ഒന്നായിരുന്നു മുഖ്യധാര സിനിമയിലെ സ്ത്രീവിരുദ്ധ നോർമലൈസ് ചെയ്യുന്നത്. മമ്മൂട്ടി ചിത്രം കസബയാണ് ഒരു ചലച്ചിത്രോത്സവ വേദിയിൽ ഇക്കാര്യം പറയാൻ പാർവതി ഉദാഹരിച്ചത്. എന്നാൽ ഇപ്പോഴെങ്കിലും അന്നത്തെ വിമർശനം ഉന്നയിക്കേണ്ടിയിരുന്നില്ല എന്ന പാർവതിക്ക് തോന്നിയിട്ടുണ്ടാകുമോ? അതിന് അവർ തന്നെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ. ഒരു ചലച്ചിത്ര വേദിയിൽ ചർച്ചയിലാണ് പാർവതി അന്ന് പ്രശസ്ത വിമർശനം ഉന്നയിച്ചത്. സിനിമയിലെ സ്ത്രീവിരുദ്ധയെക്കുറിച്ചും സമീപകാലത്ത് ഇറങ്ങിയ ഒരു ചിത്രത്തെ മുൻനിർത്തിയാണ് അന്ന് പാർവതി സംസാരിച്ചത്. എന്നാൽ സിനിമയുടെ പേര് പറഞ്ഞിരുന്നില്ല. തൊട്ടടുത്തിരുന്ന നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസാണ് സിനിമയുടെ പേര് പറയാൻ പാർവതിയെ ഉത്സാഹപ്പെടുത്തിയത്. ഇന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ ഈ ചോദ്യം പാർവതി തേടി എത്തിയത്. അന്ന് ആ വിമർശനം ഉയർത്തേണ്ടിയിരുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് ഇല്ല എന്ന് തന്നെ പാർവതിയുടെ മറുപടി. 2024 പുറത്തിറങ്ങി ഉള്ളൊഴുക്കാണ് പാർവതി തിരുവോത്തിന്റെ മലയാളത്തിൽ അവസാനം പ്രദർശനത്തിനെത്തിയ ചിത്രം. കഴിഞ്ഞ വർഷം അവരുടേതായ ഒരു ഭാഷയിലും ചിത്രങ്ങൾ എത്തിയിരുന്നില്ല. അതേസമയം കരിയറിൽ ഒരു വലിയ അവസരം അവരെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുകയാണ്. ബോളിവുഡ് സൂപ്പർ താരം ഹൃതിക് റോഷന്റെ പ്രമുഖ പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന സീരീസിൽ പാർവതി തിരുവോത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്.